ഇപ്പൊ തുടങ്ങും വിളി. ചിന്നു ചായ, മോളെ ചായ, അപ്പച്ചി ചായ. 4 സൈഡിൽ നിന്ന് 4 ടോണിലാണ് വിളി പറഞ്ഞത്. രാവിലെ എണീക്കുക, അങ്ങോട്ട് ഓർഡർ ഇടുക. എന്തൊരു സുഖം, എന്തൊരു എളുപ്പം. ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കഷ്ടപ്പെട്ടാൽ മതി. എനിക്കൊരു ചായ വെറൈറ്റി അലാറാണല്ലോ. എന്നെ പറ്റി ഇപ്പൊ മനസ്സിനെ ആലോചിച്ചിട്ട് ആ നാക്കെടുത്ത് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിഴുങ്ങി ഇപ്പൊ ശ്വാസം പിടിച്ച അത്ര സ്നേഹം കവളിലുടങ്ങി ഇങ്ങനെ പിടിച്ചിട്ടാ ഉമ്മ വയ്ക്കണത്. എന്തൊരു ആരോഗ്യം ചേട്ടാ, ഇത്ര ആരോഗ്യം ചേട്ടൻ തെങ്ങി കയറി കൈവിട്ടൂടെ? ആരോഗ്യമുള്ളവരാണോ തെങ്ങി കയറി കൈവിട്ടുന്നത്? ഓ, കാലുകൊണ്ട് പിടിച്ചിരിക്കാൻ അത് കോമഡി. എന്റെ കഴുത്ത് പോയ ചേട്ടാ. ചായ എടുക്കടി. ഓ എടുക്കാം ചേട്ടാ. ചേട്ടാ പിങ്കിയെ വിളിച്ചെണീപ്പിച്ചൂടെ? എന്തിന്? അവളെടുത്ത് ഇടാൻ പറഞ്ഞ ചായ. ചായ അവളെടുത്താ? ഞാൻ ഇതുപോലെ ചായ മോഹിച്ച് ഒരു ദിവസം അവളത്ത് പോയി ചായ ഇടാൻ പറഞ്ഞു. അവൾക്ക് പ്രാന്താണ്ടി. അവള് ഹെർബൽ ടീ എന്നൊരു സാധനം കൊണ്ടുവന്നു. ഞാൻ കുടിച്ചു നോക്കി. ചായപ്പൊടി പഞ്ചസാര ഒന്നുമില്ലേ, വേറെന്തിനൊക്കെ കുറെ സാധനങ്ങള്. വെണ്ടയ്ക്ക, ക്യാരറ്റ് 2 ഹെർബൽ ടീ. കൊഴാന്നിരിക്കണ്. ഞാൻ ഇത് സൂപ്പല്ലേ? പിന്നെ ഞാൻ ചായപ്പൊടി ഇട്ടതാ എന്നൊരു ചോദ്യം കൂടെ. കണ്ട ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ടുതരണം, അപ്പോഴേ എന്റെ വില നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ ഇട്ടെന്നാണ് നിന്റെ വില മനസ്സിലാക്കുക? അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ എന്റെ വില എത്രയാണെന്ന് അറിയാമോ? എനിക്കറിയാം. എത്ര? അത് നീ ഒരു ലോട്ടസ് ഫ്ലവർ പോലെയാണ്. കുറെ അഴുക്കിനകത്ത് നിന്നാലും നീ ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ. അതായത് ഓ നിങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഞാൻ ഇങ്ങനെ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. കറക്റ്റ്. നല്ല തത്വം. പക്ഷെ കുറച്ചേരെ ചായ തരണില്ല. കണ്ണ് കാണാമോ പതഞ്ഞു വരുന്നത്? കണ്ട ഇത്രയും പതപ്പിച്ചില്ലെങ്കിൽ അലാവുദ്ദീന്റെ മറ്റേ അത്ഭുതങ്ങളൊക്കെ ഇപ്പൊ ഭൂതം വന്നെ. അതാ വന്നല്ലോ. ചായ എന്താ? ചായ കൊട. നല്ല സുഖമുണ്ടല്ലേ വന്നങ്ങനെ ഓർഡർ ഇടാൻ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട്. നിങ്ങൾ ക്യൂവിലാണ്, ദയവായി വെയിറ്റ് ചെയ്യുക. എടി ഇങ്ങോട്ട് വരാ. എന്തിന്? ഇനി വാ, ഇവിടെ വാ. എന്താ പച്ചി? അടുത്ത് വാ. ഗ്യാസ് ആണെങ്കിൽ കുക്കിംഗ് ക്ലാസ് ഞാൻ പോണം. എന്തൊരു ഷോക്കോടി ഇത് കൊടുത്തു വിടണേ ചായ. മോക്ക് വെച്ചേക്കണ നോക്ക്. കറി വെക്കട്ടോ. സുന്ദരിയേവ വെണ്ണിലവേവ. കറിയൊന്നും വേണ്ട. കറി കൊണ്ടു. മണിക്കുട്ടാണ് അവിടെ പോയി. എവിടെ പോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല. എവിടെയോ പോയി എന്നുള്ള കാര്യമാണെങ്കിൽ നമുക്കറിയാം. പോയാ? ഓ എവിടെ പോയി? നിനക്കറിയണല്ലേ? എനിക്കറിയാമെങ്കിൽ ഞാൻ ചോദിക്കണം എന്തിന്? ശരിയാണല്ലോ, അവക്കറിയാം. അവള് ചോദിക്കണം എന്തിന്? മണ്ടൻ തന്നെ. അപ്പൂന്റെ അനുഗ്രഹം മേടിച്ച് രാവിലെ എവിടെയോ പോയിട്ടുണ്ട്. അനുഗ്രഹം വാങ്ങിച്ചോണ്ടാ? എന്തിന്? എന്തിനെന്ന് ചോദിച്ച കാറ് മേടിക്കാനാണ് തോന്നുന്നേട്ടാ. കാറ് വാങ്ങിക്കാനാ? ഓ അതാണ്. എന്റെ അടുത്തേ ഇന്നലെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞാ? ഓ ചേട്ടാ, അവൻ കാറ് വാങ്ങിക്കാൻ പോയിരുന്നെങ്കിലേ എന്നെയും കൂടെ കൊണ്ടുപോകണമായിരുന്നു. അത് ശരി. അപ്പൊ പിന്നെ എന്നെയും കൂടെ കൊണ്ടുപോകേണ്ടി വരില്ലേ? അച്ഛൻ വാങ്ങിക്കുന്ന കാറ് ഓടി വരില്ലല്ലോ, നമ്മളെല്ലാം കൂടെ തള്ളിക്കൊണ്ട് വരണ്ടേ? അതുകൊണ്ടാണ് മണിക്കൂടാണ് കൊണ്ടുപോകത്ത്. മാമ കാർ വാങ്ങിക്കാൻ മാമ കൂടെ പോകണം. എന്തിന്? ഇടി ഞാൻ കാറ് മെക്കാനിക്കലല്ലേ, എനിക്ക് വണ്ടിയെ പറ്റി നല്ലതെന്ന് അറിയാമല്ലോ. എന്തൊരു മെക്കാനിക്കല്? ഓ ഞാൻ വിളിച്ച മാനുവലായിരിക്കും. മെക്കാനിക്. അത് തന്നെ. ഒന്ന് മിണ്ടായിരിക്കോ. എന്റെ മാമനാണ് കാറ് മേടിക്കാൻ പോയിരിക്കണത്. പക്ഷെ കാർ ഓടിക്കാൻ പോണെന്ന് ഞാനാണ്. എന്താ? എന്ത്? എങ്ങനെ? ഇടി ഞാൻ കാർ ഓടിക്കുമ്പോ അപ്പോഴും നീ കൂടെ കാണുമല്ലോ. അങ്ങനെ പറ. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ളതാണ്. ഞാൻ പഠിച്ചിട്ട് നീ പഠിക്കണുള്ളൂ കേട്ടാ. പിന്നെ ഇവിടെ ആരാണ് മൂത്തത്? അപ്പു. അതല്ല, ഡ്രൈവിംഗ് അറിയാത്തല്ല ആരാണ് മൂത്തത്? അതും അപ്പു. എന്തടി കളിയാക്കണല്ലേ? ഞാനാ? അവരല്ലേ കളിയാക്കണത്? എന്താണെങ്കിലും ഞാൻ പഠിച്ചിട്ടേ നീ പഠിക്കണുള്ളൂ കേട്ടാ പിങ്കി. കാർ വാങ്ങിച്ചാലേ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ടൂർ പോയല്ലോ. ഫസ്റ്റ് ട്രിപ്പ് ടൂർ പോയാലോ? എന്ത് പോണ്ടേ? അല്ല പോവാ. പിന്നെ എന്ത് കുഴപ്പം? നമ്മൾ രണ്ടുപേരും മാത്രോ? ഞാനുണ്ട്. കന്യാകുമാരി പോ. സെറ്റല്ലേ? അങ്ങനെയാണ്. ഞാൻ ഇപ്പോഴേ റെഡി ആയാലും എന്ത് പറയണേ? പോണ വഴിക്ക് നാഗർകോവിലിൽ നിന്ന് കുറച്ച് അരിയും മുളകൊക്കെ വാങ്ങിച്ചിട്ടൊന്നല്ല.
അപ്പച്ചി എന്ത് അതെന്തിന്? അല്ല പിന്നെ എല്ലാരും കൂടെ പോണെന്തിന്? പിന്നെ മണിക്കുട്ടണ്ണന്റെ കാറില് അവരെ കൊണ്ടുപോകാൻ നമ്മൾ മാത്രം മതി. മണിക്കൂട്ടണ്ണന്റെ കാറിൽ മണിക്കൂട്ടണ്ണൻ പോട്ട് അത് കഴിഞ്ഞ് നമ്മള് പോകും. അങ്ങനല്ലേ ഉദ്ദേശിച്ചത് അല്ലേ വെച്ചാ? ആദ്യം കാറ് വരട്ടെ പിന്നെ ട്രിപ്പ് ഉണ്ടാക്കി. തഗ് തഗ് റെഡിയാവണില്ലേ നീ? മൂട് പോയി. ഉണ്ണിപ്പിള്ള ചാടി കേട്ടോ നേരത്തെ കൊണ്ട്. ഏത് കാറായിരിക്കും വാങ്ങിക്കണേ? അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചോട്ടല്ലേ പോയത്. അപ്പൊ അംബാസഡർ കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല. പോടാ പോടെ ഇങ്ങനെ മാറി ഉള്ളല്ലേ. ഡാഡി പിള്ളേർ ഒടുക്കത്തെ പ്രാക്കായി പോയി. കൈ അനക്കാൻ പയ്യ. നല്ല വേദനയുണ്ടോ? ഇല്ലല്ലോ. ചേട്ടൻ നോക്കാതെ എവിടെയെങ്കിലും വന്ന് എന്തെങ്കിലും ഉളുക്കിന്ന് പറഞ്ഞിട്ട് മാമന്റെ തല കൊണ്ട് വെക്കണേ. അയ്യോ നിന്റെ മാമൻ നല്ല മനസ്സിന്റെ ഉടമ, ആരും ഒന്നും പറയൂല. നീ ആ മണിക്കൂട്ടാണ് വിളിച്ച? ഇല്ല. അത് എന്തിനാ വിളിക്കണേ? ഒന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ വിളിച്ചപ്പോ ആദ്യം ബിസി, ഇപ്പൊ വിളിച്ചിട്ട് എടുക്കണമില്ല. ചേട്ടാ ഡ്രൈവിംഗ് വല്ലതും ആയിരിക്കും. ചേട്ടാ കാർ എടുക്കാൻ പോയതല്ലേ? എന്തോന്ന് ഡ്രൈവിംഗ് അടി, ഒന്ന് വിളിച്ചെടുക്കണ്ടേ? ചേട്ടാ ബിസി ആയിരിക്കും. എനിക്ക് അതല്ല, ഭയങ്കര ടെൻഷൻ എനിക്ക്. എന്തിന്? ഏത് കാറായിരിക്കും എടുക്കണ? അങ്ങോട്ടല്ലേ കൊണ്ടുവരണം, അപ്പ കാണൂലേ? അപ്പൊ കണ്ടാ മതി. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് കാറ് കാണുന്നത്. ഒരു കാറൊക്കെ വാങ്ങിക്കുമ്പോ ഭയങ്കര എന്നെ വിളിച്ചു. ചേട്ടാ ഇവിടെ ചേട്ടാ മാത്രമാണ് അടിക്കണം. ഇവിടെ ഇത്രയും പേരില്ലേ, എല്ലാരും കൂടെ കൊണ്ടുപോകാൻ ചിലപ്പോ ബുദ്ധിമുട്ട് കാണും. എല്ലാരും കൂടെ കൊണ്ടുപോകാൻ ഇത് പാർക്കിലല്ലോ, കാറ് വാങ്ങിക്കല്ലേ. അതന്നെ എനിക്ക് പറയാനുള്ളൂ. ചേട്ടൻ ഇത്രയും വലിയ ഒരു പണി. ഹലോ എന്താണ് ഇങ്ങനെ പേടിപ്പിക്കണത്? മര്യാദയ്ക്ക് വിളിക്കാറുണ്ട്. മര്യാദ വിളിച്ച എനിക്കുണ്ടാ? നിനക്ക് വേണ്ട ഇങ്ങനെ പിടികടി. ഞാൻ ഇറങ്ങട്ടാ പോയി. എവിടെ പോണ്ടേ നമുക്ക്? എങ്ങോട്ട്? ഓ കന്യാകുമാരി പോണ്ടേ? എന്തിന്? എന്തിരുന്നാ? പക്ഷേ നമ്മൾ ട്രിപ്പ് പോണെന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നെ പെങ്കി, നീ കന്യാകുമാരി കാണാതെ കിടക്കുകയാണ്. ചുമ്മാ നേരത്തെ തൊട്ടേ പറഞ്ഞോണ്ടിരിക്കണേ കന്യാകുമാരി പോണ്ടേ കന്യാകുമാരി പോണ്ടേ. കന്യാകുമാരി മാത്രല്ല, ഏത് ബീച്ച് പറഞ്ഞാലും ഇവിടെ ഉടനെ നീ എന്തിന് കടൽക്കാക്കി? ആദ്യമേ പറഞ്ഞാലേ ഇത് ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ആവുമ്പോ മുടക്കം പറയും. പിന്നീടേ പറയണില്ല, ഇപ്പൊ തന്നെ പറയാം. നിന്നെ കൊണ്ടുപോകണില്ല. ഇപ്പോഴേ റെഡി ആവേണ്ട ആവശ്യമില്ല, ആദ്യം കാറ് വരട്ട്. തൂരടി തൂത്ത കൊണ്ടോ? ആ അയ്യോ എന്റെ കാലിലോട്ടോ. കൊണ്ടുപോണ്ട് ക്യാൻസൽ. ഇത് വെച്ച് കാലില് ഇങ്ങനെ റെഡി ആവാൻ പറ. ഇങ്ങനെ മണിക്കൂർ കണക്കിന് സമയം എടുക്കും. അത് ഞാൻ ഒന്നും റെഡി ആവണില്ല. നിന്റെ മ്യാമൻ കയറിയിട്ടുണ്ട്. എണ്ണിപ്പള്ള. അത് ശരിയാണ്. അപ്പൊ എന്തുമല്ല ഇത്ര സമയം എടുക്കുന്നേ? അതന്നെ. ഈ വയസ്സാം കാലത്ത് എന്തിന്റെ കുഴപ്പമാണെന്നാണ് ഏതോ അമ്മച്ചിമാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓവറാക്കല്ലേ? ഓവറാക്കണ്ടല്ലേ? എന്നാ വേണ്ട. പക്ഷെ ഇന്ന് മിക്കവാറും അപ്പൊ നല്ല വെൽ പ്ലാൻഡ് ആയിരിക്കും. നേരത്തെ ഇറങ്ങി ഇപ്പോണ്ടായിരിക്കും. പോയ നോക്കിയാ അറിയാം. ആണോ? ഒന്നും പറയാൻ പറ്റില്ല. നമുക്കും പോയി ഇറങ്ങാല്ലേ? തൂക്കണേ പിങ്കി, ഫുൾ ക്ലീൻ ചെയ്യേ. അയ്യോ സഹായിക്കും. പിന്നെന്തു? നീ തൂത്തിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ടേക്കും. അപ്പൊ നിനക്ക് പെട്ടെന്ന് കുളിക്കാമല്ലോ. അതൊരു സഹായമല്ലേ? അല്ലേ? ആ തൂര്. അമർത്ത തൂരടി. ഇല്ല
ഞാൻ വന്നിട്ടുമില്ല, പോയിട്ടുമില്ല, നീ എന്നെ കണ്ടിട്ടുമില്ല. എന്തോന്നൊക്കെ മാമ പറയണേ? മാമ ഞങ്ങളൊക്കെ റെഡി ആയി നിക്ക. മാമ കാർ എടുത്തോണ്ട് വാ. എന്തിനു? കന്യാകുമാരി പോട്ടെ. അതൊക്കെ പറ. അതെ മോളെ, മാമനെ ഒരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയുവോ? പറയാ. പറയില്ല. മാമൻ പോവാ. എവിടെ പോണ്? അതൊക്കെ ഉണ്ട്, പിന്നെ പറയാം. മാമൻ പോവാ. മാമ അയ്യോ, ശ്ശേ, മാമ അവിടെ നില്ലാതാ. മാമ അപ്പച്ചി അങ്ങളെ ഓടി വാ. മാമ ദാ പോണ്. അപ്പച്ചി അങ്ങളെ എന്തോണേ മാമ പോണത് എവിടെ നോക്ക്. നോക്ക്. എന്തിനെ ഇതൊന്ന് ബാഗൊക്കെ ആയിട്ട് പോണ. എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര വെപ്രാളത്തിൽ പോയി. അണ്ണാ മാമ അണ്ണാ ശ്ശേ, അണ്ണാ അണ്ണാ നിന്നെ അവിടെ ഇത് ദൈവമേ. ഇങ്ങട് വാ. മാമ നില്ലാതാ അവിടെ. അണ്ണാ, നിനക്ക് വാ വാ കൊച്ചു കള്ള നമ്മളറിയാതെ അങ്ങ് പൊങ്ങാന്ന് ചേച്ചല്ലേ തളർന്നടി. ഓടണ്ട. എന്തിനു ഓടണേ? എല്ലാ കള്ളവും പൊളഞ്ഞല്ലേ? പിന്നല്ല. സർപ്രൈസൊക്കെ പൊളിഞ്ഞ് വാ വാ കൊച്ചു കള്ള. നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് പ്രശ്നമുണ്ട്. അണ്ണ എന്നെ വിളിക്കാത്തത് ഇല്ല, അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ അങ്ങനെ. അതൊക്കെ പോട്ടെ. ഒരു നല്ല കാര്യം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ച്. അതെ അതെ സത്യമായിട്ടും ക്ഷമിച്ചേ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. മാമ വാ, നമുക്ക് പോണ്ടേ? എവിടാ? ടൂറിന്റെ കാര്യം. അതിനു മുമ്പ് നമുക്ക് ആരതി വഴിയുണ്ട്. അത് ശരിയാണ്. അത് വേണം, അത് വേണം. അല്ല, അതൊക്കെ ഒഴിഞ്ഞായിരുന്നു. അമ്പലത്തിൽ വെച്ച് ഞാൻ ഒഴിഞ്ഞ്. വീട്ടിലോട്ടെന്നാലും കൊണ്ടുവരുമ്പോഴേ ആരതി കൊഴിഞ്ഞോണം വിളിക്കല്ലേ? ആരതിയുടെ സെറ്റപ്പ് ഒക്കെ ചെയ്യും. അങ്ങനെ വേണോ? അണ്ണ വണ്ടി എടുത്തു വാ. എന്നാ വിട്ടോ, ഞാൻ വണ്ടി കയറി വന്നു. വേണ്ട, വണ്ടി എടുത്തു പോയിക്കോ, വണ്ടി എടുത്ത് വരാം. നമ്മൾ ആരതി സെറ്റ് ചെയ്യാം. ചെല്ലേ. അണ്ണ കൊച്ചു കള്ളം തന്നെ. എന്തല്ല മനുഷ്യര്. അപ്പോഴേ വണ്ടി തിരിച്ച് വീട്ടിനകത്തോട്ട് കയറ്റിക്കോ, ധൈര്യമായിട്ട് കയറ്റിക്കോ. ഇവളുമാര് ഇവിടെ പോയി കിടക്കണേ. വാടി വാടി ചിന്നുവേ പിങ്കി വന്നടിയേ. സെറ്റപ്പ് അണ്ണാ വാണ്ണ അണ്ണാ അടിപ്പോ. ശ്രീകുട്ടി മാമി, മാമൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇതാണത് ഇതെന്റെ ഭാര്യ ശ്രീകുട്ടി. ഭാര്യ ശ്രീകുട്ടിയാ? ആണത്? അതിവിടെ വാടക വെച്ച സ്ത്രീക്കുട്ടി. അതേ മാമ, കുറച്ചു നേരമ്പേ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഫ്രഷായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. താലിയുണ്ടോ? അണ്ണ എന്തോന്നാ പറയണത്? ചുമ്മാ തമാശ കളിക്കല്ലേ? സത്യമായിട്ടും. അല്ല, നിനക്കിതെല്ലാം മനസ്സിലായി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. പിന്നെ അകത്തോട്ട് കയറി വാ, ആരതി വെച്ച് ഒഴിയാം എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ വിചാരിച്ച കാർ മേടിക്കാൻ പോയെന്നല്ലേ, കല്യാണം കഴിക്കാൻ പോയെന്നാണോ ഞാൻ വിചാരിക്കണത്? അല്ലേലും ഇതൊക്കെ പറഞ്ഞിട്ടാണോ പോയി ചെയ്യുന്നത്? പിന്നെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. നിങ്ങൾ വീട് കുത്തി തുറക്കാൻ പോണ കൊള്ളാണ്. എന്നാലും എന്റെ അടുത്തൊരു വാക്ക് പറയാതെ പൊക്കളഞ്ഞല്ല. തെറ്റായി പോയട്ടാ. എന്ത് തെറ്റ്? പ്രായപൂർത്തിയായ രണ്ടുപേരും തമ്മിൽ രജിസ്റ്റർ മാരേജ് ചെയ്യണ അത്ര വലിയ തെറ്റാണോ? തെറ്റാണോ? നിയമം അങ്ങോട്ട് പഠിപ്പിക്കണ്ട. നിയമം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഒന്നും ചെയ്യല്ലെന്ന് പോലീസുകാർ പിടിച്ചു തൂക്കും. പോലീസാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പേടിയാണ്, എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ. അയ്യ, ഞാൻ ആരതി വിഴിഞ്ഞല്ല. ഇത് എവിടെ വെക്കണം നോക്കിയാണ്. പിടിയടി. നിന്റെ അമ്മയെ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ലേ? ഞാൻ അറിഞ്ഞില്ലടി. കാണിച്ചരാടി. ഇവളെ എനിക്കൊന്ന് കാണേണ്ടി വരും. ചാടി പുറപ്പെട്ടൊന്നും ചെയ്യരുത്, പറഞ്ഞു കേട്ടല്ലോ. പിങ്കി മോളെ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞാന് ഈ കുഞ്ഞു പ്രായത്തില് എന്നെ കൊണ്ട് ഇത്രയും വലിയ പണികൾ ചെയ്യിപ്പിക്കില്ലേ? തീയെ കാണഞ്ഞു. കുഞ്ഞി
തീരുമ്പോ പറയണേ. പറയാ. എന്തോ ചെയ്യാനാ? മംഗളം പവതു ആരതി ഒഴിഞ്ഞത് കണ്ടില്ലേ? ഓഹോ, ഒഴി. ആരതയാ, ആതിരയാ, അഞ്ജലിയാ ഒക്കെ എടുത്ത് ഒഴി. നിങ്ങളൊക്കെ പോറ്റൊക്കെ ഇവക്കത് എന്ത് പറ്റി? അവക്കൊന്നും പറ്റില്ല അണ്ണാ. അണ്ണാന് മിക്കവാറും പറ്റും. അവള് മിക്കവാറും ഇപ്പൊ നിങ്ങൾ അനിയത്തിയെ വിളിച്ചു പറയും നിന്റെ അമ്മ. അയ്യോ, ആ അപ്പൂപ്പനും അറിയോ? അപ്പൊ ഏയ് അല്ലെ പറഞ്ഞാലും എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞില്ലേ? അതെ, സൂപ്പർ. കല്യാണം കഴിഞ്ഞു. അണ്ണാ ഈ പുലിനട നിങ്ങോട്ടൊരു എത്ര മണിക്കൂർ എടുക്കണം? അതിപ്പോ ഒരു 2-3 മണിക്കൂറെങ്കിലും എടുക്കില്ലയോ? എന്നാ നമുക്ക് പെട്ടെന്ന് പോയി പാക്ക് ചെയ്യാടി. എന്തിന്? ഒന്നിനുമില്ല. ആഗ്രഹിക്കാൻ പറ. പിന്നെ മാമ ഞങ്ങളെ അനുഗ്രഹിക്കണം. എടാ, എനിക്ക് അനുഗ്രഹിക്കുന്ന താല്പര്യമുണ്ട്. പക്ഷെ നിന്റെ തന്ത അറിഞ്ഞാ ഉണ്ടല്ലേ എന്നെ വെട്ടി കൊല്ലും. ഇപ്പൊ ഞങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ വെട്ടിക്കൊല്ലും. സത്യമാ. അല്ല, ഞാൻ അനുഗ്രഹിക്കാം. പിന്നെ ഇത് ആരോടെയും പറയല്ല. പ്രത്യേകിച്ച് നിന്റെ തന്ത ഭാർഗവം പിള്ളേരാണ്. ഇല്ല. ഏറ്റല്ലേ ഇങ്ങോട്ട്. മതി. ഏയ്, വലത് കാല് വെച്ച് കയറി. വിളക്കില്ല, ഇത് വെച്ച് തൽക്കാലം നീ അതുകൊണ്ട് പുറത്തോട്ട് പോ. ഇങ്ങോട്ട് മാറിയില്ല മക്കളെ. വലത് കാല്. എന്നെ തള്ളി ഇങ്ങോട്ട് വിട്ടു. ഞാൻ കേറട്ടെ ആദ്യം. കേറ്. ഞാൻ മന്ദബുദ്ധി. കാറും കൊണ്ട് വരും വിചാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും തന്റെ കല്യാണം കഴിച്ചോണ്ട് വന്നേക്കുന്നു. നല്ല കോമഡി. പിന്നെ നിങ്ങളൊക്കെ കൂട്ടു നിന്നോണ്ട് കാര്യം ഓക്കെ ആയല്ലോ അല്ലേ? അത് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ അങ്ങ് വിടണില്ല. അത് ഞാൻ വിടൂല. നിങ്ങൾ എന്നെ തേച്ച് അത് ഞാൻ മറക്കൂല. നീ വിജയകാലം നമുക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. നല്ല അഭിനയം കേട്ടോ രണ്ടുപേരും. അപ്പച്ചി അതൊക്കെ വിട്ടുകളാ. മാമി പാവാണ്. എന്റെ അമ്മയെ ഞാൻ വിളിക്കട്ടെ. ഇതെല്ലാം എനിക്ക് പറഞ്ഞു കൊടുക്കണം. നീ ഇപ്പൊ പറഞ്ഞ അടക്കം. ഈ പിള്ളച്ചേട്ടൻ ഇത് അറിയുകയാണെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തായാലും അണ്ണ എന്റെ അടുത്തൊരു വാക്ക് പറയാറ്. എന്റെ അടുത്ത് പറയാൻ പറ്റാത്ത അങ്ങനെ എന്തോ. ചിന്നു മാറട്ടെ. ചുമ്മണ്ടേ? എനിക്കൊന്നും സംസാരിക്കാനില്ല. അണ്ണ എന്റെ അടുത്ത് മിണ്ടണ്ട. എന്തോന്ന് പണിയാണ് കാണിച്ചത്? അല്ലെങ്കിൽ എല്ലാം വന്ന് എന്റെ അടുത്ത് പറയാനാണ്. ഇങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ അതൊരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു. പറഞ്ഞില്ലല്ലോ, മോശമായി. അല്ല, നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. ഇതിപ്പോ ഒരുപാട് കാലമായിട്ട് എന്നെയും കാത്തിരിക്കുന്നുള്ള ഇവളെ എങ്ങനെ കളയാൻ എനിക്ക് പറ്റത്തില്ല. മാക്കു, നമ്മളെ അംഗീകരിക്കുന്ന വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് നമുക്ക് ജീവിക്കാം. മാക്കുവിന് അറിയാലോ എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലെന്ന്. മാക്കു എന്നെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് കുറെ ബന്ധുക്കളെയൊക്കെ കിട്ടുന്ന ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. ഇവരെ ആരെയും ബുദ്ധിമുട്ടിച്ചോണ്ട് നമുക്ക് ഇവിടെ നിക്കണ്ട. ആ മാക്കു, നമുക്ക് പോവാം. അല്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ ഇറങ്ങാം. അല്ല, ശരിയാവില്ല. എടി പറയടി ചിന്നു, വിളിയടി തിരിച്ച്. വേണ്ട വേണ്ട, മണിക്കുട്ടോ. ആ എടാ, നിന്റെ കല്യാണം കഴിയുന്നത് കാണാൻ ആഗ്രഹിച്ച് നടന്നവരാണ് നമ്മുടെ എല്ലാവരും. പക്ഷെ നീ ഞങ്ങളടുത്ത് ഒരു വാക്ക് പോലും പറയാതെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് വളരെ മോശമായി. ശരിയല്ല. അന്ന് അണ്ണന്റെ പണക്കമൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആ അണ്ണൻ തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചത്. അല്ല, അത് നിങ്ങള് ഞങ്ങളുടെ അടുത്ത് ആരും പറയാതെ പോയി രജിസ്മാരി കഴിച്ചല്ലേ? അണ്ണൻ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തതുള്ളൂ. ഇങ്ങോട്ട് നോക്ക്, പോട്ട്. പിണക്കൊന്നും വേണ്ട. അണ്ണ ചേട്ടത്തി കൊള്ളാട്ടാ, സൂപ്പറാണ് ആള്. അല്ല, അത് എന്റെ സെലക്ഷൻ അല്ലേ, പിന്നെ എങ്ങനെ നന്നാകും? അല്ല, നന്നാകാതെ ഇരിക്കും. അതും പോയോ? നന്നാകും. എങ്ങനെ എന്റെ സെലക്ഷൻ അല്ലേ നന്നാവും? എന്റെ സെലക്ഷൻ അല്ലേ നന്നാവും. അങ്ങനെ അത് ശരിയാ. കംപ്ലീറ്റ് ആയിട്ട് പോയി നിൽക്കുകയാണല്ലേ? മനസ്സിലായി.
മണി എങ്ങനെ ഹാൻഡിൽ ചെയ്യും? വലിച്ചോ വലിച്ചോ. അല്ല, മണിയുടെ അടുത്ത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം. പക്ഷെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയാ? അത് ആലോചിക്കും, എൻ്റെ ശരീരം തളരുകയാടാ. അതിന് പറ്റിയ ഒരാളുണ്ടെന്നാ. മാമന് ആര്? ഞാനാ?